ഒരു കാലത്ത് നാടിന്റെ മുഖമുദ്രയായിരുന്ന വിദ്യാലയം എന്നാൽ ഇന്ന് വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കാൻ പോലും ഭീതി. ഇതാണ് ആമിയൂർ സൗത്ത് AUP സ്കൂളിന്റെ സ്ഥിതി. സ്കൂളിന്റെ ശോചനീയാവസ്ഥയിൽ രക്ഷിതാക്കളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സ്കൂളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആമിയൂർ സ്കൂളിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക. മാനേജ്മെന്റ് നീതി പാലിക്കുക. മാനേജ്മെന്റ് നീതി പാലിക്കുക. ഫിറ്റ്നസ് ഇല്ല കെട്ടിടത്തിൽ മക്കളെ ഞങ്ങൾ അയക്കില്ല. ഫിറ്റ്നസ് ഇല്ല കെട്ടിടത്തിൽ മക്കളെ ഞങ്ങൾ അയക്കില്ല. ആരാണിതിന് ഉത്തരവാദി? ഫിറ്റ്നസ് ഇല്ല കെട്ടിടത്തിൽ മക്കളെ ഞങ്ങൾ അയക്കില്ല. 158 കുട്ടികൾ പഠിക്കുന്ന ആമിയൂർ സൗത്ത് AUP സ്കൂളിൽ ഇന്ന് ഹാജരായിരിക്കുന്നത് വെറും 12 കുട്ടികൾ മാത്രം. 102 വർഷം പഴക്കമുള്ള ആമിയൂരിന്റെ മുഖമുദ്ര തന്നെയായിരുന്ന സ്കൂളിന്റെ ഇന്നത്തെ അവസ്ഥയാണ് ഈ സ്ഥിതിക്ക് കാരണം. ചിതലരിച്ച മേൽക്കൂരകൾ, അടച്ചുറപ്പില്ലാത്ത ക്ലാസ് മുറികൾ, ഒട്ടും സുരക്ഷിതമല്ലാത്ത കെട്ടിടങ്ങൾ, മേൽക്കൂരയില്ലാത്ത ശുചിമുറികൾ, കെട്ടിടങ്ങളുടെ ചോർച്ച. അങ്ങനെ ഒരു രക്ഷിതാവിന് ധൈര്യപൂർവ്വം സ്വന്തം കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കാനുള്ള യാതൊരു ചുറ്റുപാടും ഇന്ന് ആമിയൂരിലെ സ്കൂളിനില്ല. കുട്ടികളെ വെച്ചിട്ട് ഒരു പരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ മാനേജ്മെന്റ് ഇതുവരെ ഞങ്ങളുടെ ഒരു ആവശ്യം നടത്തി തരാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഗവൺമെന്റ് സർക്കാർ ഇത് സ്കൂൾ ഏറ്റെടുക്കണം. അതിനുള്ള സഹായങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഞങ്ങൾ കുട്ടികളെ വിദ്യാഭ്യാസത്തിൽ ഒരു തടസ്സം നേരിട്ടേല്. അതുകൊണ്ട് എല്ലാവരും സഹകരണം കൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു അവസരം ഒരു കുട്ടികൾക്ക് ഒരു വിദ്യാലയത്തിൽ നിന്ന് ഒരു കുട്ടിക്ക് വേണ്ട ഒരു അടിസ്ഥാന നീതിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ അവിടെ എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടിയിട്ടുള്ളത്. അതെ, ഞങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് കുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നത്? നിങ്ങളെ ക്ലാസ് റൂമിന്റെ ഉള്ളൊക്കെ ഒന്ന് പോയി കാണണം. ചുറ്റുപാടുള്ള ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു അവസ്ഥ നിലവിലില്ല. അതുകൊണ്ട് ഇതിന് ഞങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റും. അതെ, വിദ്യാഭ്യാസം വേണം. അതിന് ഈ സർക്കാർ ഈ സ്കൂൾ ഏറ്റെടുത്തിട്ട് ഞങ്ങളുടെ കുട്ടികളെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. ഞങ്ങളുടെ കുട്ടികളെ സ്കൂൾക്ക് പോകാൻ ഈ കെട്ടിടത്തിൽ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ പറഞ്ഞേക്കില്ല. ജീവൻ പണയം വെച്ചിട്ട് ഇവർക്കും നഷ്ടപ്പെടാനില്ല, ഞങ്ങൾക്ക്. 2013 ഈ ശോചനീയാവസ്ഥയുടെ തുടക്കം. അന്ന് സ്കൂൾ വിട്ട സമയത്ത് സ്കൂളിന്റെ കെട്ടിടം പൊളിഞ്ഞു വീണതുകൊണ്ട് മാത്രം ആർക്കുമൊന്നും സംഭവിച്ചില്ല. അന്ന് തൊട്ട് തുടങ്ങിയതാണ് രക്ഷിതാക്കളുടെ പരാതികളും. എന്നാൽ ഇന്നും അതിന് പരിഹാരമായില്ല എന്നതാണ് വസ്തുത. 40 ലക്ഷം വരെ തുക വാങ്ങി അധ്യാപകരെ നിയമിക്കുന്ന സ്കൂൾ മാനേജ്മെന്റിന് സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിഹരിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല എന്ന് തന്നെ പറയാം. നല്ല പഠിക്കണേ. ഞങ്ങൾ മൂത്രമൊഴിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയാൽ ഞങ്ങൾക്ക് മേൽക്കൂരല്ല ബാത്റൂമിൽ പോകുമ്പോൾ. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ അവിടേക്ക് കുരങ്ങന്മാർ വരുന്നുണ്ട്. ഞങ്ങളെ ക്ലാസ്സിൽ വെള്ളം ഊറ്റിയുണ്ട്. അപ്പൊ ആരാളും വരുന്നില്ല. അപ്പൊ ഞങ്ങളെ കൂട്ടുകാരെല്ലാരും സ്കൂൾക്ക് വരുന്നില്ല. അപ്പൊ വെള്ളം ചോദിച്ചാണ്. ബാത്റൂമിൽ പോകുമ്പോ മഴ പെയ്യുമ്പോ ചിലര് കോടമല്ലേ, ചിലര് മഴയത്ത് തന്നെ പോകും. കഴിഞ്ഞ ദിവസം അസിസ്റ്റന്റ് എഞ്ചിനീയർ പരിശോധിച്ച് 2 കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ല എന്നുകൂടി രേഖപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കാതെ പ്രതിഷേധിക്കുകയാണ് രക്ഷിതാക്കൾ. ഈ സ്കൂള് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ, കൃത്യമായി പറയുകയാണെങ്കിൽ 2013 സ്കൂൾ വിട്ട് 4 മണിക്ക് സ്കൂൾ വിട്ട് ഒരു 5 മിനിറ്റ്, ഒരു 4:10 സമയത്താണ് എൻ്റെ തൊട്ട് പുറകിലുള്ള ഈ കെട്ടിടം തകർന്നു വീണത്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ കുട്ടികൾ സ്കൂളിൻ്റെ കോമ്പൗണ്ടിന് പുറത്തു പോയതിന് ശേഷമാണ് ഈ കെട്ടിടം തകർന്നു വീണത്. അതേ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ തൊട്ടപ്പുറത്തുള്ള, നിങ്ങളുടെ ക്യാമറ ഒന്ന് അങ്ങോട്ട് തിരിച്ചാൽ കാണുന്ന തൊട്ടപ്പുറത്തുള്ള 2 കെട്ടിടങ്ങളും ഇന്ന് ഫിറ്റ്നസ് ഇല്ലാതെ പൊളിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ്. ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ഇവിടുത്തെ PTA കമ്മിറ്റി അംഗങ്ങളും മാനേജ്മെൻറ്റും ഉൾപ്പെടെയുള്ളവർ ഇരുന്ന് ഈ സ്കൂളിലെ നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും സ്കൂൾ തുറക്കുന്നതിന് മുന്നേ അക്കാര്യങ്ങൾ പരിഹരിക്കാം എന്ന് മാനേജ്മെൻറ്റ് ഉറപ്പ് തന്നതാണ്. എന്നാൽ ആ ഉറപ്പൊന്നും പാലിക്കാതെ എങ്ങനെയാണ് ഫിറ്റ്നസ് കിട്ടി എന്ന് നമുക്കറിയില്ല. എന്നാൽ കഴിഞ്ഞ ആഴ്ച കൊപ്പത്തെ AE വന്ന് ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ പറഞ്ഞ സമയത്ത് AE വന്ന് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം രേഖാമൂലം തന്നെ ഈ 2 ബിൽഡിങ്ങുകൾക്ക് ഫിറ്റ്നസ് ഇല്ല എന്നുള്ള ഒരു രേഖാമൂലം സ്കൂളിനെ അറിയിച്ചിട്ടുണ്ട്, മാനേജറെയും അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിലേക്ക്
തങ്ങളുടെ കുട്ടികളെ പറഞ്ഞയക്കാൻ ഇവിടെ രക്ഷിതാക്കൾക്ക് വളരെയേറെ പ്രയാസമുണ്ട്. PTA-യും MPTA-യും ജനപ്രതിനിധികൾ അടക്കമുള്ളവരും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതുവരെ ഈ പ്രതിഷേധം തുടരുമെന്നാണ് എല്ലാവരുടെയും തീരുമാനം. സ്കൂൾ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. സാധാരണക്കാരാണ് നമ്മുടെ മക്കളെ ഈ സ്കൂളിലേക്ക് വിടുന്നത്. നമ്മൾ നമ്മുടെ കുട്ടികളെ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സ്കൂളിലേക്ക് വിടുന്നത്. പക്ഷേ ഈ സ്കൂളിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് PTA-യും നാട്ടുകാരും ഒരുപാട് കാലമായി പരാതി പറയാൻ തുടങ്ങിയിട്ട്, പരാതിയല്ല ഉള്ള സംഭവമാണ്. ഒരു ഫിറ്റ്നസ് ഇല്ലാത്ത ബിൽഡിങ്ങിൽ എങ്ങനെ നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കും? ഇത് കണ്ട് സങ്കടം കൊണ്ടാണ് നമ്മൾ ഈ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോട്ടില്ല. കാരണം നമ്മൾ പരീക്ഷിക്കാൻ തയ്യാറല്ല. പല സ്ഥലങ്ങളിലും അപകടങ്ങൾ വന്നു കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നു. പക്ഷേ ഈ സ്കൂളിലും ഈ സ്കൂളിലെ പരിസര പ്രദേശത്തുള്ളവരും ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളും അതിന് തയ്യാറല്ല. നമ്മൾ പരീക്ഷിക്കാൻ തയ്യാറല്ല. ഇവർ മാനേജ്മെൻറ്റ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴും അവർ പറയും ഒരു ഡേറ്റ് വയ്ക്കും, ആ ഡേറ്റിന് ശരിയാക്കി തരാം എന്ന് പറയും. പക്ഷേ ആ ഡേറ്റ് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലേ എന്ന് വിചാരിച്ച വീണ്ടും കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞയക്കും. അപ്പോൾ മാനേജ്മെൻറ്റും അത് തീരുമാനിച്ചിട്ടുണ്ട്, എന്ത് പറഞ്ഞാലും അത് നടത്താതെ, കാര്യങ്ങൾ നടത്താതെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അവർക്കൊരു ധാരണ ഉണ്ട്. പക്ഷേ ആ ധാരണ ഇനി നടപ്പിലാക്കാൻ സാധിക്കില്ല. പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന മാനേജ്മെന്റിന്റെ ഉറപ്പിലായിരുന്നു രക്ഷിതാക്കൾ ഇപ്രാവശ്യവും കുട്ടികളെ ഈ സ്കൂളിലേക്ക് അയച്ചത്. എന്നാൽ സ്കൂൾ തുറന്ന് 2 മാസം പിന്നിട്ടിട്ടും യാതൊരു മാറ്റവുമില്ല. ഇപ്പോൾ നിലവിൽ ഫിറ്റ്നസ് ഞങ്ങൾ രക്ഷിതാക്കൾ വന്നിട്ട് സ്കൂളിൽ നിന്ന് മേളിൽ നിന്ന് മണ്ണും ചെതലൊക്കെ താഴേക്ക് വീഴുന്നുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് രക്ഷിതാക്കളിൽ പല ആളുകളും സ്കൂൾ വന്ന് സീലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സന്ദർശിച്ചപ്പോഴാണ് സീലിങ്ങിൻ്റെ ഒരു ഭാഗം തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ തൂങ്ങിക്കൊണ്ടിരിക്കുന്നത് 2012 ഇതിൻ്റെ മെയിൻ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണിട്ടുണ്ടായി. 2012 ഈ കെട്ടിടത്തിൻ്റെ മെയിൻ ഭാഗം പൊളിഞ്ഞു വീഴുമ്പോൾ അന്ന് സ്കൂൾ വിട്ടിട്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് സ്കൂളിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീഴുന്നത്. ആ പൊളിഞ്ഞു വീണ മെയിൻ കെട്ടിടത്തിൻ്റെ ബാക്കി ഭാഗം ഇപ്പോൾ നിലവിൽ നിലനിർത്തി അതിന് ഇവർ ക്രമക്കേടിലൂടെ അല്ലാതെ അതിന് ഒരിക്കലും ഫിറ്റ്നസ് ലഭിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ രക്ഷിതാക്കൾക്കും അറിയാവുന്നതാണ്. ആ രീതിയിൽ അതിനൊരു ക്രമക്കേടിലൂടെ തന്നെയാണ് അതിൻ്റെ ഒരു ഫിറ്റ്നസ് കണ്ടെത്തി ആ ഫിറ്റ്നസ് വെച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമുക്കിത് ഈ കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരികയും അതിൻ്റെ അവസ്ഥ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിയമപരമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നടത്തിയപ്പോഴാണ് ഇപ്പോൾ നിലവിൽ ഫിറ്റ്നസ് ആ ബിൽഡിങ്ങിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളുമായിട്ടാണ് മാനേജ്മെൻറ്റ് ഈ ഫിറ്റ്നസ് ഇല്ലാത്ത ബിൽഡിങ് പൊളിഞ്ഞു വീണ 2012 പൊളിഞ്ഞു വീണ ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിയുള്ളത് നിലനിർത്തിയിട്ട് കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കാൻ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തയ്യാറായിട്ട് മുന്നോട്ട് പോയത്. അത് ഉറപ്പായിട്ടും രക്ഷിതാക്കൾ നമുക്ക് ഭയമുണ്ട്, പേടിയുണ്ട്. കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനുള്ള പേടി കാരണം ഇന്നലെ മുതൽ നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നില്ല. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് രക്ഷിതാക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും ഒരുപോലെ ആവശ്യപ്പെടുന്നു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സല കോരങ്ങോട്ടിൽ, ജയശങ്കർ കൊട്ടാരത്തിൽ, PTA പ്രസിഡന്റ് OP യൂനസ്, ഷാജി, നവാസ്, മുജീബ്, സമീറ, സന്ധ്യ മോഹൻ, സമദ് മാസ്റ്റർ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്, UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്, UGS ഗോൾഡ് ലോൺ.